ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഗിഫ്റ്റെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ചെടി കളക്ഷനിൽ എനിക്ക് കൂടുതലും ബൊഗൈൻ വില്ലകളാണ് ഉള്ളത്. കളക്ഷൻ എന്നൊന്നും പറയാനില്ല, പക്ഷേ നല്ലപോലെ പൂത്ത് നിൽക്കുന്നത് അതാണ്. പിന്നെ റോസയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പൂക്കൾ ഉണ്ടാകുക, അതിനെ മാനേജ് ചെയ്യൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിന് ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് കെയർ ചെയ്യുന്ന ശ്രദ്ധിക്കുന്നുണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു, എനിക്ക് കുറച്ച് അടീനിയം വാങ്ങിച്ച് വെച്ചായിരുന്നെങ്കിലോ നല്ലതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കോംബോ ഓഫർ കണ്ടു. 10 എണ്ണത്തിന് 2000 രൂപ, 2500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യൂട്യൂബിലൊക്കെ കോംബോ ഓഫറൊക്കെ കണ്ടു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, കാശുണ്ടാകുമ്പം എനിക്ക് വാങ്ങണം, ഒരു 10ൻ്റെ കോംബോ ഒരെണ്ണം വാങ്ങണം. ഇപ്പം നിലവിൽ ഞാൻ വേറെ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച്, എന്നാലും എനിക്ക് ഭയങ്കര മനസ്സിലാഗ്രഹമായിരുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ട് ഒരു 8 എണ്ണം ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് 8 എണ്ണം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അത് അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഈ മനസ്സുകൊണ്ട് എത്രയധികം ആഗ്രഹിച്ചാൽ അത് നമ്മുടെ അടുത്ത് വന്നു ചേരുമെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ എൻ്റെ കസിൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾക്ക് അത് നടാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല, അവൾ ഗൾഫിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇത് കൊണ്ടുപോകൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അവൾ അതെനിക്ക് തന്നിട്ട് പോയി, പരിപാലിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പരിപാലിക്കൽ എന്തായാലും അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ലല്ലോ. അപ്പം അങ്ങനെ ഞാനതിനെ കൊണ്ടുവന്ന് രാത്രി ഇപ്പോൾ ഇത് രാത്രി താഴെ പറമ്പിൽ JCB ഇളക്കിയിട്ട മണ്ണുണ്ടായിരുന്നു. പോയി ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടെ പോയി മണ്ണൊക്കെ പെറുക്കിക്കൊണ്ട് വന്നു. അസിസ്റ്റൻ്റ് ആരാന്നറിയാമോ? മോളാണേ. അപ്പം മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കമ്പോസ്റ്റിന് പകരം ഞാൻ ഈ മഷ്റൂമിൻ്റെ വേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചട്ടികൾ നിറച്ച് നട്ട് സെറ്റാക്കി വെള്ളം ഒഴിച്ച് അടിപൊളിയാക്കി. ഇനി അതിന് പരിപാലനമൊക്കെ കൊടുത്ത് അതിന് പൂവുണ്ടാകുന്നവരെ നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്കുള്ള വെറൈറ്റി. ഇതാണ്. പിന്നെ ഉള്ളത് എനിക്കൊരു വൈറ്റാണുള്ളത്. എനിക്ക് ഒരുപാട് വെറൈറ്റീസൊന്നും ഇല്ല. പിന്നെ കുറേ ഇതിൽ നിന്നുള്ള വിത്തുകൾ നട്ട കുറേ കുഞ്ഞു തൈകളും ഉണ്ട്. ഇതൊന്നും ഞാനെന്ത് കട്ട് ചെയ്താത്ത പ്രൂൺ ചെയ്യാത്തതെന്ന് വിചാരിക്കണ്ട. ഇത് എത്ര വളരും എന്നറിയാൻ വേണ്ടിയിട്ടാണ്, വലിയ മരം പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ 2 എണ്ണം ഞാൻ പ്രൂൺ ചെയ്യാതെ നിർത്തിയിരിക്കുന്നത്. കുറ്റിച്ച് നിർത്താത്തതാണ് മനഃപൂർവ്വം. മറ്റേത് വലുതാക്കി മരം പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുക.